നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ CS ഡിപ്പാർട്ട്മെന്റ് എടുക്കാൻ സാധിച്ചതിൽ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി IIT കിട്ടിയില്ല അല്ലെങ്കിൽ CS കിട്ടിയില്ല, അതിനൊക്കെ അപ്പുറമാണ് എബ്രഹാമിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. കാരണം നമ്മള് NIT-ലായിരിക്കാം ബിടെക് പഠിച്ചത്, പക്ഷെ ഇനിയിപ്പം എബ്രഹാമിന്റെ മുമ്പില് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഓപ്പൺ ആണ്. 7 IIT ഓപ്പൺ ആണ്, ISC ബാംഗ്ലൂർ ഓപ്പൺ ആണ്. ഞാൻ പറയുന്നത് 10-12 മണിക്കൂറും പഠിക്കുന്നതിലല്ല, എല്ലാ ദിവസവും പഠിക്കുന്നതിലാണ് കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോ ഒരു 5, 6, 7 മണിക്കൂറാണെങ്കിലും എല്ലാ ദിവസവും പരിശ്രമിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഓരോ ദിവസവും നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ആ ഒരു മേഖലയിൽ, ഏത് മേഖലയായിക്കോട്ടെ, നിങ്ങൾ കൂടുതൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കും. ബിടെക് ഇപ്പോൾ NIT ആണ് അല്ലെങ്കിൽ IIT കിട്ടിയില്ല എന്ന് വിചാരിച്ചെങ്കിൽ പോലും അതിൽ വലിയൊരു സാധ്യതയാണ് ഗേറ്റ് എന്ന പരീക്ഷയിലൂടെ. അവര് ജസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടും. അപ്പൊ ഞാൻ 1050 പോലും ഇല്ലെങ്കിലും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് 1 വരെ അല്ലെങ്കിൽ ആ ടീച്ചർമാരുടെ നമുക്ക് ക്ഷയിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് ഒരു. ഇപ്പോൾ ഞാൻ ഗേറ്റ് 6ാം റാങ്ക് കിട്ടിയപ്പോൾ വളരെ ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. എന്റെ ചുറ്റിനും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഓരോന്ന് മുന്നോട്ട് വരും. IISc-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PhD എടുക്കാൻ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ്. PhD എടുക്കണേ, MTech കഴിഞ്ഞ് സ്ട്രേറ്റ് PhD എടുക്കാനായിട്ട് IISc ആണ് ബെസ്റ്റ്. എത്രമാത്രം വേണം പഠിക്കാം, 24 മണിക്കൂറും പഠിക്കാം. എങ്കിലും നല്ലൊരു മെന്റാലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിന്റെ മാക്സിമം നിങ്ങളെ കൊണ്ട് ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോലെ ഇരിക്കുക. കൂടുതൽ വളരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് താഴെ പോകാതെ കൂടുതൽ വളരാനും കൂടുതൽ അറിയാനും ഉള്ള ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബ്രില്യന്റിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, എബ്രഹാം വർഗീസ്. 2019-21 കാലഘട്ടത്തിലെ KE റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ നിന്നും പഠിച്ച് JEE മെയിൻ സെഷന് 99% സ്കോർ മേടിച്ച് അവിടെ നിന്നും CS ഓപ്റ്റ് ചെയ്ത് ഇവിടെ 4 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഗേറ്റ് എക്സാം എഴുതി ഓൾ ഇന്ത്യയിൽ 6ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഒരു വളരെ നല്ലൊരു മികച്ച വിജയം നേടിയതിന് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഒപ്പം തന്നെ നമ്മുടെ ബ്രില്യന്റിലേക്കുള്ള ഒരു എൻട്രി, അവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അപ്പോൾ ഞാൻ 2019-21 കാലഘട്ടത്തിലാണ് KE മാന്നാനം സ്കൂളിലാണ് ബ്രില്യന്റിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ ബ്രില്യന്റിന്റെ ഭാഗമായി പഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം അവിടുത്തെ ടീച്ചർമാരുടെ ടീച്ചിങ്ങിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ വേറൊരു തരത്തിലാണ്. നമ്മൾ സാധാരണ 10 വരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു തരത്തിലേ അല്ല അവരുടെ പഠിപ്പീരെന്ന് പറഞ്ഞാൽ. അപ്പോൾ വളരെ നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കാനും അങ്ങനെ പുതിയൊരു ലെവലിൽ തന്നെ ഉള്ള ഒരു പഠിത്തം ആദ്യമായിട്ടാണ് ആ ഒരു 2 വർഷക്കാലം കിട്ടുന്നത്. അതിൽ വളരെ നന്ദി പറയുന്നു. അപ്പോൾ ബ്രില്യന്റിന്റെ ഒരു കോച്ചിങ്ങിലൂടെ മാത്രമാണെന്ന് വേണേൽ പറയാം NIT കാലിക്കറ്റിൽ CS ബ്രാഞ്ച് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതിന് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. 99% സ്കോർ കിട്ടിയപ്പോഴും മനസ്സിൽ CS എന്നൊരു ലക്ഷ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. CS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സമയത്തും ഇപ്പോഴും CS തന്നെയാണ് ഒരു എല്ലാവരുടെയും ആഗ്രഹമായിട്ടുള്ള ഒരു ബ്രാഞ്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് 99 കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും CS ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെ 4 വർഷം പഠിക്കുന്നതിന്റെ ഇടയിൽ CS കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും സാധിച്ചു. അങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടാനും സാധിച്ചു. അങ്ങനെ വളരെ ഭാഗ്യമായി തോന്നുന്നു. അതുപോലെ തന്നെ 4 വർഷത്തെ ഈ NIT കാലിക്കറ്റിലെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ CS പ്രതീക്ഷിച്ച് വന്നു, അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? അതെ, NIT കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ CS ഡിപ്പാർട്ട്മെന്റ് എടുക്കാൻ സാധിച്ചതിൽ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 കൊല്ലം എത്രമാത്രം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ കഷ്ടപ്പാടിന്റെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പഠിക്കാൻ പറ്റുന്ന കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ജോലിയുടെ സാധ്യതകളുണ്ട്. ഇതിലെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 2 കൊല്ലത്തെ ഒരു പ്രയത്നം നിങ്ങൾക്ക് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാനാണെങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഈ 2 വർഷത്തെ കഠിനാധ്വാനം ഒരു റിസൾട്ട് കിട്ടും, അത് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. NIT അല്ല, IIT തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. ഇതിലും കൂടുതൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും IIT-ൽ. ഇപ്പൊ NIT-യുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ വളരെ വലിയ സാധ്യതകളാണ് NIT നിങ്ങളുടെ മുന്നിലേക്ക് ഒരുക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇനി പേരൻസിന്റെ കാര്യങ്ങളും, ചേട്ടനുണ്ട്, അനിയനുണ്ട്,
പനിയൻ നമ്മുടെ ഈ വർഷത്തെ IIT എയിംസ് എക്സാം ക്ലിയർ ചെയ്ത് മാന്നാനത്ത് തന്നെ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. അതെ അതെ. അപ്പം വീട്ടിലുള്ള അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും പേരൻസ് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ അച്ഛൻ കുവൈറ്റിലായിരുന്നു, അപ്പൊ തിരിച്ചു പോകുന്നു. ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ട് ഇവിടെ ഞങ്ങളുടെ കോട്ടയത്ത് തന്നെ ജോലി ചെയ്യുന്നു. പിന്നെ അമ്മ പ്രിൻസിപ്പളായിട്ട് ഹോളി ഫാമിലി സ്കൂളിൽ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്, കോട്ടയത്ത്. അപ്പോ അങ്ങനെ വർക്ക് ചെയ്യുന്നു. അച്ഛന്റെ പേര് വർഗീസ് ധോനിക്കെന്നാണ്. പിന്നെ അമ്മയുടെ പേര് അന്നമ്മ എബ്രഹാം. പിന്നെ ചേട്ടനുണ്ട്, ഒരു അനിയനും ഉണ്ട്. ചേട്ടൻ ഇവിടെ IIC ബാംഗ്ലൂരിലാണ് MS PS ഇന്റഗ്രേറ്റർ KVPI ഫെലോഷിപ്പ് കിട്ടി അങ്ങനെ സെലക്ട് ആയി പോയതാണ്. പിന്നെ ഇപ്പൊ അമേരിക്കയിൽ PhD ചെയ്യുന്നു. ആരാണ് ഈ ഒരു യാത്രയിൽ എബ്രാഹിമിന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടും ഒക്കെയുള്ള ആരെയാണ് നമ്മുടെ? സത്യം പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ ആർക്കും ഇതിനെ പറ്റിയുള്ള ഒരു ധാരണ ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ പഠനത്തിന് എപ്പോഴും വില കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വീട്ടുകാരായിരുന്നു. അപ്പോ അപ്പനും അമ്മയാണെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. അവര് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടല്ല അവര് വന്നിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും നമ്മളെ കൂടുതലും കേരളത്തിലെ മാതാപിതാക്കന്മാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ പഠനത്തിന് കൂടുതൽ വാല്യൂ കൊടുത്ത് അങ്ങനെ കൂടുതൽ പഠനത്തിലൂടെ മികച്ചതാവണം എന്നുള്ള ഒരു ആഗ്രഹം തന്നാണ് വളർത്തിയത്. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ അങ്ങനെ ഓരോ വഴിയിലും ഓരോ കോച്ചിങ്ങിലും ഓരോ വളരെ മികച്ച അധ്യാപകരുടെ ഇടയിലും ചെന്നുപെടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഇതുവരെ എത്തിപ്പെട്ടിരിക്കുന്നു. ഒരു നീണ്ട യാത്രയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഗേറ്റ് പോലുള്ള ഒരു വലിയ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? ആ ഗേറ്റിനുള്ള തയ്യാറെടുപ്പ്? അപ്പോ ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് സാധാരണ കോളേജിലോട്ട് എത്തുമ്പോൾ എല്ലാവരും ജോയിന് ആ ഒരു സബ്ജക്ട്സ് എല്ലാം ജോയിന് മനസ്സിലാക്കി പഠിക്കണം എന്നില്ല. നമുക്കറിയാം NIT IIT കോളേജുകളിലെല്ലാം ടീച്ചർമാര് ജസ്റ്റ് അവർ ഒരു സർഫസ് ലെവലിൽ പഠിപ്പിച്ചു തന്നെ നമ്മൾ അവര് ഗ്രാസ്പ് ചെയ്തെടുക്കണം. അപ്പോ ഞാനത് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചില്ല എന്ന് തന്നെയാണ് പറയാം. പല പരിപാടികളിലും നടന്നതുകൊണ്ട് അങ്ങനെ സ്റ്റഡീസിൽ അധികം തലയിടാൻ പറ്റിയില്ല, ശ്രദ്ധിച്ചില്ല ജോയിന്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് വരുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കാന്നേ പറയാനുള്ളൂ. അപ്പോ അവരുടെ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള അക്കാഡമിക്സും കൂടെ കൂടുതൽ ശ്രദ്ധിച്ചു. അതെ, ബാക്കി പരിപാടികൾ നടക്കുന്നതിനോടൊപ്പം പഠിത്തം ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ്. അതില്ലാതെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതെന്തായാലും ശ്രദ്ധയിൽ കാണണം. അപ്പോ അങ്ങനെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എന്റെ CS ഫണ്ടമെന്റൽസിനെ കുറിച്ച് വലിയതായിട്ടുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ 2025 പാസ് ഔട്ട് ആയത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കോച്ചിങ് എടുത്തു. ഒരു ഗേറ്റിന് ഞാൻ CS അല്ല മെയിൻലി ഗേറ്റ് എഴുതിയത്. TA എന്ന് പറഞ്ഞ പുതിയ 2024 ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു പേപ്പർ ഉണ്ട്. ഡാറ്റാ സയൻസ് ആൻഡ് AI എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറാണ്. അപ്പം ഗേറ്റ് TA എന്ന് പറഞ്ഞ പേപ്പർ ഞാനൊരു കോച്ചിങ് എടുത്തു. അപ്പോ അത് ഞാൻ ജൂലൈയിലാണ് എടുത്തത് 2025. അപ്പൊ അങ്ങനെ ഒരു 6 മാസത്തോളം ഞാൻ ഒരു കോച്ചിങ് എടുത്തു. അത് IIC അലുമിനീസിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അങ്ങനെ ഒരു കോച്ചിങ് എടുത്തു. അപ്പൊ ഞാൻ ദിവസവും അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? അത് ഞാൻ ആദ്യം വിചാരിച്ചത് തന്നെ പഠിക്കാമെന്നായിരുന്നു. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ തന്നെ നോക്കുമ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ തന്നെ 5-6 മണിക്കൂർ എടുക്കുന്നു, ഒരു 3-4 പേജ് കവർ ചെയ്യാൻ തന്നെ. അപ്പൊ നമുക്കത് അതിന്റെ ഒരു കറക്റ്റ് റൂട്ട് മാപ്പ് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതൊരു കോച്ചിങ് വേണമെന്ന് മനസ്സിലായി. അപ്പൊ ഞാനത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ അവസാനം ഗോ ക്ലാസസ് എന്ന് പറഞ്ഞൊരു കോച്ചിങ് വന്നു. കോച്ചിങ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഞാൻ എടുത്തെന്ന് പറയുന്നു. അപ്പോ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും, ധാരാളം ഓപ്പർച്യൂണിറ്റി പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ എടുത്തു. അങ്ങനെ ഞാൻ ദിവസം ഒരു 6-7 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഓൾ ഇന്ത്യ റാങ്ക് 6 കിട്ടിയത്. അപ്പൊ എല്ലാവരും വിചാരിക്കും 10 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ ഒരു ദിവസം പഠിച്ചാലേ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ പറയുന്നത് 10-12 മണിക്കൂറും പഠിക്കുന്നതിലല്ല, എല്ലാ ദിവസവും പഠിക്കുന്നതിലാണ് കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോ ഒരു 5-6-7 മണിക്കൂറാണെങ്കിലും എല്ലാ ദിവസവും പരിശ്രമിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഓരോ ദിവസവും നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ആ ഒരു മേഖലയിൽ ഏത് മേഖലയായിക്കോട്ടെ നിങ്ങൾ കൂടുതൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കുക. ആ എക്സാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു വളരെ കംഫർട്ട് ആയിരുന്നു, ഒരു ടോപ്പറായിട്ട് വരുമെന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നോ? അല്ല, ഞാനത് തുടങ്ങിയപ്പോ ഞാൻ പുതിയൊരു സബ്ജക്ട്സ് ഒന്നും നേരത്തെ അറിയാത്തതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തന്നെയാണ് ഞാനും തുടങ്ങുന്നത്. എല്ലാ സബ്ജക്ട്സും മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലീനിയർ ഓൾജിബ്ര, പ്രോബബിലിറ്റി, കാൽക്കുലസ് അങ്ങനത്തെ സബ്ജക്ട്സ് ആയിരുന്നു ഗേറ്റ് ഡിയുടെ സിലബസിലുള്ളത്. അപ്പൊ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഒരു ധാരണയും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോഴും പക്ഷേ എന്റെ മനസ്സിൽ ഞാൻ ഏത് ഒരു പരിപാടിയും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കാറില്ല. ഞാനിപ്പം ഈ ഒരു 6 മാസക്കാലം പഠിക്കുന്ന പറഞ്ഞാലും എല്ലാ ദിവസവും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 1 ആവും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും ഓൾ ഇന്ത്യ അവര് ജസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടും. അപ്പൊ ഞാൻ ആദ്യത്തെ 50 പോലും ഇല്ലെങ്കിലും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് 1 വരെ അല്ലെങ്കിൽ ആ ടീച്ചർമാരുടെ നമുക്ക് ക്ഷയിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് ഒരു ഒരു +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടോ ബ്രില്യന്റ് എക്സാമുകളൊക്കെ നടക്കുന്നു? ആ എക്സാമുകളിലും
ടോപ്പ് ആണ് ഞാൻ എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് ആ സമയത്ത് അത്രയ്ക്ക് ചിന്തിച്ചിട്ടില്ലെങ്കിലും എനിക്കറിയാം ഞാൻ മാന്നാനത്താണ് പഠിച്ചത്. അപ്പോ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ കൂടെ പഠിച്ചത് കെ ഇ മാന്നാന സ്കൂളിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ അവിടെയും ഫസ്റ്റ് അടിച്ചില്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഒരു 10ൽ വന്നില്ലെങ്കിൽ പോലും ഞാൻ എന്നെ ഒരിക്കലും ഒരു കുറവായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഏതൊരു കാര്യം ശ്രമിച്ചാലും അല്ലെ പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനും നിങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും പറ്റുമെന്നുള്ള ചിന്തിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഗേറ്റിന്റെ നമുക്കൊരു ടോപ്പറായിട്ട് വരുമ്പോൾ ഉള്ള നമ്മളുടെ അവസരങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുക? ഗേറ്റ് കോർ സബ്ജക്ട്സ് ഉണ്ട്. CS, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ, അങ്ങനത്തെ ഇലക്ട്രിക്കൽ, അങ്ങനത്തെ കോർ സബ്ജക്ട്സ് ഉണ്ട്. ഇതിപ്പോ ഒരു CS-ന്റെ ഒരു അടിയിലായിട്ട് വരുന്ന പറയാം ഗേറ്റ് DA എന്ന് പറയാം, ഡാറ്റ സയൻസിന്റെ. അപ്പൊ ഞാൻ DA-യുടെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗേറ്റ് DA എന്നല്ല, ഏത് സബ്ജക്ട്സ് ആണെങ്കിലും ഗേറ്റ് വഴി നമുക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് PSU എന്ന് പറയാം, പബ്ലിക് സെക്ടർ കമ്പനീസിൽ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എൻട്രി കിട്ടും. അതായത് ജോലി സാധ്യതകൾ, അത് ഗവൺമെന്റ് എഞ്ചിനീയർ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ ഇന്റർവ്യൂ നടത്തി, അപ്പോ അതിന് നല്ലൊരു മികച്ച റാങ്ക് ഉണ്ടെങ്കിൽ അവർ ഇന്റർവ്യൂവിന് വിളിക്കും. അങ്ങനെ PSU ഒരു സാധ്യതയാണ്. അതിപ്പം അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. ഞാനിപ്പോ ഇങ്ങനെ റാങ്ക് കിട്ടി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ശരി, അത് കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി പിന്നെ ചെയ്യാന്ന് പറയുന്നത് MTech എടുക്കാം. MTech എടുക്കാനാണെങ്കിൽ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ NET IIT വേണ്ടി പരിശ്രമിക്കുന്നു. ഞാനിപ്പോ NET കാലിക്കറ്റിലാണ് പഠിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഗേറ്റ് എഴുതുന്ന വഴി എനിക്ക് ഇത്ര നല്ലൊരു റാങ്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഇനി IIT-ലോട്ടോ അല്ലെങ്കിൽ IISc ബാംഗ്ലൂരിലോട്ടോ അപ്ലൈ ചെയ്യാനോ അങ്ങോട്ട് കയറാനോ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ BTech ഇപ്പൊ NET ആണ് അല്ലെങ്കിൽ IIT കിട്ടിയില്ല എന്ന് വിചാരിച്ചെങ്കിൽ പോലും അതിൽ വലിയൊരു സാധ്യതയാണ് ഗേറ്റ് എന്ന പരീക്ഷയിലൂടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ പഠിച്ച് 4th ഇയർ ഇറങ്ങുന്നവരെ ഗേറ്റിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല. അതായത് ഇങ്ങനെ IIT പോവാ അങ്ങനത്തെ ഒരു ധാരണ കൂടി ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഗേറ്റ് പഠിച്ചു തുടങ്ങി ഇതിന്റെ ഓപ്പർച്യൂണിറ്റി സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോ നിലവിൽ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ IISc ബാംഗ്ലൂരോ അല്ലെങ്കിൽ IIT മദ്രാസോ സെലക്ട് ചെയ്യാനാണ് ഞാനിപ്പോ തീരുമാനിച്ചത്. കാരണം MTech AEയില് നിലവില് പുതിയ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം തുടങ്ങി വന്നിരിക്കുന്നുള്ളൂ. ഇപ്പൊ IIT മദ്രാസിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് AEക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ നിലവിലെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് ബാംഗ്ലൂരിലും എടുക്കാം, IIT മദ്രാസിലും IIT ബോംബെയിലും ഉണ്ട്. നിലവിൽ 7 IITസിലും ഉള്ളൂ നിലവിൽ MTech AE എന്ന് പറയുന്നത്. MTech CS പോലെ എല്ലാ IITസിലും ഇല്ല. അപ്പം ലിമിറ്റഡ് ആണ് DA വെച്ചിട്ട്. പക്ഷേ ഏറ്റവും ടോപ്പ് റാങ്ക് മേടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാധ്യത. സാറേ, നമ്മുടെ ഈ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആദ്യത്തെ JEE-നൊക്കെ എഴുതുമ്പോഴും ഇനി IIT കിട്ടിയില്ല അല്ലെങ്കിൽ CS കിട്ടിയില്ല, അതിനൊക്കെ അപ്പുറമാണ് എബ്രാഹിമിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. കാരണം നമ്മള് NIT-ലായിരിക്കാം BTech പഠിച്ചത്, പക്ഷെ ഇനിയിപ്പം എബ്രാഹിമിന്റെ മുമ്പില് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഓപ്പൺ ആണ്. 7 IIT ഓപ്പൺ ആണ്, IISc ബാംഗ്ലൂർ ഓപ്പൺ ആണ്. എവിടെയാ നമ്മൾ പഠിക്കേണ്ടത് തീരുമാനിച്ചു, PSU ഓപ്പൺ ആണ്, എവിടെയാണ് തീരുമാനിച്ചത്. അപ്പം നിങ്ങളുടെ സാധ്യതകൾ അനന്തമാണെന്നുള്ളത് തന്നെയാണ് എബ്രാഹിമിന്റെ ഒരു യാത്ര നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, എബ്രാഹിമിന്റെ നമ്മുടെ ഒരു വലിയൊരു യാത്രയിലൂടെ നമ്മൾ കണ്ടു. ഇനി ഒരു അംബീഷൻ എപ്പോഴും നമുക്ക് മുമ്പിൽ ഉണ്ടാവുമല്ലോ. അപ്പം എന്താണ് ഇനിയിപ്പം IIT മദ്രാസിലല്ല IISc അല്ലെങ്കിൽ PSUലൊക്കെ കയറിയിട്ട് എബ്രാഹിമിന് ഈ രാജ്യത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്താണ്, അടുത്തൊരു ലക്ഷ്യം? ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ PSU ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. കാരണം അത് നമുക്ക് ഭാവിയിലും ചെയ്യാൻ പറ്റും. കാരണം ഇത് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം വാലിഡിറ്റി ഉള്ള ഒരു സ്കോറാണ്. അപ്പം നമുക്ക് ഒരു MTech എന്ന് പറയും, ഇപ്പൊ ഞാൻ ഈ ഒരു 6 മാസക്കാലം ഇതിന്റെ സബ്ജക്ട്സ് പഠിച്ചപ്പോൾ ഒരു MTech തരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു PSUവിന് അപ്പുറം തരാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു IIT IISc എന്നൊക്കെ ഒരു MTech എടുക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ഒരു MTech എടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് IIScയിൽ IIScയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PhD എടുക്കാൻ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ്. PhD എടുക്കണം, MTech കഴിഞ്ഞ് സ്ട്രേറ്റ് PhD എടുക്കാനായിട്ട് IISc ആണ് ബെസ്റ്റ്. പ്ലേസ്മെന്റ് നോക്കിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ IIT മദ്രാസ് അല്ലെങ്കിൽ വേറെ IITs ഒക്കെയാണ് ബെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ നിലവിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. PhDയോട് അത്ര താല്പര്യം ഇല്ലാന്ന് തന്നെ പറയാം. ഇതിപ്പോ MTech തന്നെ ഞാൻ ഇങ്ങനെ BTech കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ആദ്യം തന്നെ ആഗ്രഹിച്ച IIT മദ്രാസ് തന്നെയാണ് നമ്മുടെ ഒരു മനസ്സിൽ കിടക്കുന്നത്. അതെ അതെ. ഓക്കെ, അപ്പൊ ഭയങ്കര അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ബ്രില്യൻറ്റ് ടീമിന്റെ എല്ലാവിധ ആശംസകളും ഈ യാത്രയിൽ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടുതലുണ്ടാവും. ഇനി വരുന്ന എക്സാം ഒക്കെ എഴുതുന്ന വിദ്യാർത്ഥികളോട് എബ്രാഹിമിന് പറയാനുള്ള കാര്യങ്ങൾ ഇതിലെല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒറ്റ വാക്കിൽ അവരോടും കൂടി. അപ്പോ എന്റെ ഭാഗത്തുനിന്ന് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ
അവനവനിൽ വിശ്വസിക്കുക. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കുക എത്രമാത്രം വേണം പഠിക്കാം, 24 മണിക്കൂറും പഠിക്കാം. എങ്കിലും നല്ലൊരു മെന്റാലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിന്റെ മാക്സിമം നിങ്ങളെ കൊണ്ട് ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോലെ ഇരിക്കുക. അപ്പോൾ നന്നായി പരിശ്രമിക്കുക, നന്നായി ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എല്ലാ ദിവസവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഒരു ദിവസത്തെ റാങ്കോ അല്ലെങ്കിൽ ചില പരീക്ഷകളിലെ കുറവുകളോ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ വരാൻ പോകുന്ന സാധ്യതകളെ പറ്റി, ഉള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് കൂടുതൽ വളരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് താഴെ പോകാതെ കൂടുതൽ വളരാനും കൂടുതൽ അറിയാനും ഉള്ള ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോ നല്ലൊരു പരീക്ഷയും എല്ലാം ആശംസിക്കുന്നു. പിന്നെ ഇത് എന്റെ ഒരു ക്ലാസ് ടീച്ചറാണ്. ഞാൻ 11ഉം 12ഉം കെ മാന്നാനത്ത് പഠിച്ചപ്പോൾ എന്റെ ക്ലാസ് ടീച്ചറായിട്ടിരുന്നതാണ് ഉദ് സാറ്. അപ്പോൾ സാറിനെ വീണ്ടും NIT കാലിക്കറ്റിൽ വെച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും ശിവകുമാർ സാറിനെ എല്ലാം ഞാൻ എൻ്റെ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന സമയത്തൊക്കെ യൂട്യൂബിലും എല്ലാം കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ ശ്രമിക്കുമ്പോൾ കൂടുതൽ സാധ്യതകളാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ ഇവരെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ ഞാൻ ഗേറ്റ് 6ാം റാങ്ക് കിട്ടിയപ്പോൾ വളരെ ഓപ്പർച്യൂണിറ്റീസ് ആണ് എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ചുറ്റിനും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഓരോന്നോരോന്ന് മുന്നോട്ട് വരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ പടുത്തുയർത്താൻ ശ്രമിക്കുക. മറ്റാരെ നോക്കണ്ട, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിജയം. സോ താങ്ക് യു ഫോർ Brilliant Study Center, India's #1 coaching center for NEET and JEE.